കേരളം നമ്പർ 1. ഇവിടുത്തെ ദാരിദ്ര്യം എല്ലാം മാറ്റി. അപ്പോൾ ദാരിദ്ര്യമൊന്നുമില്ല ആർക്കും കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മന്ത്രിമാർക്ക് അവർക്ക് ഇവിടെ ആർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്തായാലും ദാരിദ്ര്യം ഇല്ല, അത് നമുക്കറിയാം. ഇപ്പോൾ നമ്പർ 1 ആണ് കേരളം, ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും. ഇപ്പോൾ ഈയിടെയായിട്ട് ആശമാരുടെ സമരത്തിന് അവർ 1000 രൂപ വെച്ച് ആശമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. അതായത് ഒരു ദിവസം 33 രൂപ 33 പൈസ കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് മെസ്സേജുകൾ CITUവിൻ്റെ എല്ലാ വാട്സാപ്പിലും CITക്കാർക്ക് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞവരാണ് CITU. അവരേതാണ്ട് വിജയിച്ചെന്നും അതിന് ഉത്തരവാദികളെന്ന് പറയുന്നവർ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയും ആണെന്നും അവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പടം വെച്ച് എല്ലാവരും പോസ്റ്റ് ഇടണമെന്നും ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. നാണമില്ലേ ഇതിനൊക്കെ? ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എന്തോ ചെയ്തിട്ടാണ്? വെറുതെ നോക്കൂലി വാങ്ങിക്കുന്നവർക്ക് പോലും അതേ കാശ് കൊടുത്തു. നോക്കൂലി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നു. ഈ റോഡ് തെരുവിക്കിടന്ന് ഇത്രയും നാളായിട്ട് വെയിലും മഴയും എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കും 1000 രൂപ, അതായത് ദിവസം 33 രൂപ 33 പൈസ കൂട്ടി കൊടുക്കുകയാണ്. 233 രൂപയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ 33 കൂടെ ഉണ്ടെങ്കിൽ ശരി 266 രൂപ ആവും. അത് വലിയ കാര്യമാണ് കേട്ടോ. 266 രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയാൻ ഒരു ദിവസം, അത് ചിലവ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 166 രൂപയായിരിക്കും. 100 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി ഈ 166 രൂപ കൊണ്ട് അവർക്ക് കഴിയാൻ പറ്റും ഒരു കുടുംബത്തിന്. അതുപോലും ചിന്തിക്കാതാണ് ഈ പറയുന്നത്. എന്നിട്ട് നമ്പർ 1 അങ്ങ് പുളുത്തുകയാണ് നമ്പർ 1 എന്ന്. ഇപ്പോൾ കേരളം നമ്പർ 1, ആരോഗ്യരംഗത്ത് നമ്പർ 1. ഇപ്പോൾ കണ്ടല്ലോ എന്താണെന്ന്. ഒരു ഹതഭാഗ്യൻ വേണു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു കേട്ടോ. അയാൾക്ക് ഭാര്യ ബിന്ദു, അതുപോലെ ഭാര്യ സിന്ധു, 2 മക്കളും. അവർക്ക് ചെലവ് കഴിയാൻ പോലും മാർഗമില്ലാതിരിക്കുകയാണ്. അയാൾക്ക് ഹാർട്ടിന് ചെറിയ ട്രബിളായിട്ട് കുറേ ദിവസമായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നേരെ കൊല്ലത്ത് ആശുപത്രി കൊണ്ടുപോയി. കൊല്ലം താലൂക്ക് ആശുപത്രി എന്നാണ് പറഞ്ഞത്. അതിന് കൊല്ലം ജില്ലാ ആശുപത്രി എന്നല്ല പറഞ്ഞേക്കാം, താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞത്. ഏത് ഭാഗത്തുള്ളതാണെന്ന് എനിക്കറിയില്ല, ചവറ ഭാഗത്തുള്ളതായിരിക്കും. ഏതായാലും അവിടുന്ന് ഇയാളെ റെഫർ ചെയ്ത് ഇമ്മീഡിയറ്റായിട്ട്, അതായത് ഒരു 6 ദിവസം മുമ്പ്, ഈ മരിക്കുന്നതിന് 6 ദിവസം മുമ്പാണ് റെഫർ ചെയ്ത് അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. അപ്പം മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് 108 ആംബുലൻസ് വിളിച്ചു. അതിന് പൈസ കൊടുക്കണ്ടല്ലോ, എന്തായാലും കിട്ടുമെന്നുള്ള ധാരണയിലാണ്. പക്ഷേ അത് അവൈലബിൾ അല്ലായിരുന്നു. അവസാനം പണം കൊടുത്ത് ഇവർ കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം അവിടെ സംഭവം? ഇയാളുടെ വെറും തറയിൽ കേട്ടോ, അവിടെ ഇമ്മീഡിയറ്റ്ലി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് അയക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം, എന്നിട്ട് വല്ല സർജറിയൊക്കെ വേണ്ടി വന്നാൽ അയക്കണം. സർജറി വേണമെന്ന് പറഞ്ഞാലും വിഷമമാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലിപ്പോൾ, എല്ലാം ആ ഒരു കമ്പനിക്കാരെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞാലും സ്റ്റെൻറ്റ് വേണം. സ്റ്റെൻറ്റൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, കാരണം ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അത് കാരണം പക്ഷേ അവർക്ക് കൊടുക്കുന്നില്ല. പണം ഇവിടെ ഉണ്ടോ, യാതൊരു പ്രശ്നവുമില്ല, ഇഷ്ടം പോലെ പണം ഇരിക്കല്ലേ, കൊടുക്കുന്നില്ല. ഏതായാലും അത് കാരണം ആ കമ്പനിക്കാരൊക്കെ ഈ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോയി. അപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ഈ പാവപ്പെട്ട മനുഷ്യൻ ചെന്നപ്പോൾ അയാളെ ഒരു തുണി വിരിച്ച് അയാൾ തറയിൽ കിടക്കുകയാണ്. അയാളെ തറയിൽ കിടത്തിയേക്കാണ്. അയാൾ 6 ദിവസം തറയിൽ കിടത്തി. അപ്പോൾ അപ്പോൾ ഡോക്ടർമാർ ഈ വരുന്നവരുടെ അടുത്തൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കാര്യമില്ല, എന്നെ അടിയന്തരമായിട്ട് ഇത് നടത്തണം എന്നും പറഞ്ഞാണ് എന്നെ പറഞ്ഞയച്ചേക്കുന്നത്. അതിപ്പോൾ എന്തുവാ എനിക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ്? നോക്കട്ടെ അവന്മാർ നോക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലുള്ള തീണ്ടികൾ നമുക്ക് കാണാൻ കിട്ടും. ഡോക്ടർമാരെന്ന് പറഞ്ഞ് വേഷമിട്ടുകൊണ്ട് നടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പറയുന്നതാണ് നോക്കട്ടെ, തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അയാൾ അവിടെ കിടന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ അവിടെ കിടന്ന് മരിക്കുമെന്ന്. അയാളുടെ സുഹൃത്തിന് ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അയാളുടെ ഒരു ശബ്ദ സന്ദേശം അയാൾ റെക്കോർഡ് ചെയ്തിട്ട് അയാളുടെ സുഹൃത്തിന് അയച്ചു. അത് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം ഇത് ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം അഴിമതിയും കൈക്കൂലിയൊക്കെയാണ്. പാവങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടത്തില്ല. ഞാൻ 6 ദിവസമായി ഇവിടെ വന്നിട്ട് അടിയന്തരമായിട്ടുള്ള ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് എന്നെ കയറ്റി വിട്ടതാണ് അവിടുന്ന് റെഫർ ചെയ്ത് ആംബുലൻസിൽ. ഞാനിവിടെ വന്ന് തറയിൽ എന്നെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് 6 ദിവസമായി. എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല. ആ മനുഷ്യൻ എന്താണെന്നറിയോ, ആ മനുഷ്യൻ അവിടെ കിടന്ന്
ഈ ഈ മെസ്സേജ് അയച്ചതിന് ശേഷം അവിടെ കിടന്ന് മരിക്കുകയാണ് കേട്ടോ. ആ കുടുംബത്തിന്, അയാളുടെ ഭാര്യ സിന്ധു, ആ പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവരെ കണ്ടാൽ തന്നെ നമ്മൾ കരഞ്ഞു പോകും. ആ രീതിയിലാണ് അവർ പറയുന്നത് എന്ന് കേട്ടു. നമസ്തേ കേരളത്തിലെ ഏഷ്യാനെറ്റിൽ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. വളരെ അത്ര സങ്കടമാണ് കേട്ടോ. ഇത് ഈ ബഹുമന്ത്രിമാരൊക്കെ ഇതൊന്ന് കാണണം, എടുത്തു വെച്ച് കേട്ടോ. നമ്പർ 1 അല്ലേ? എന്നിട്ട് എന്താ ഇയാൾ അവിടെ കിടന്ന് മരിച്ചപ്പോൾ പറയാ, അതേ ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം കഴിഞ്ഞെന്ന്. ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അയാളെ അവിടെ ഇട്ട് കൊല്ലുകയാണോ ചെയ്യേണ്ടത്? അതിനും ഇത് പണമുള്ള ഒരുത്തനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇവർ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ, വല്ല രാഷ്ട്രീയക്കാരൻ്റെ ആണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ? ഇതൊരു നിവൃത്തിയില്ലാത്ത ഒരു പാവം, അയാൾക്ക് പ്രതികരിക്കാനൊന്നും ആരും ഇല്ല. അതുകൊണ്ടാണ് ഇയാളെ തല കിടന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ട സ്റ്റേജ് കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകണം എന്നാ അവനൊക്കെ പറയുന്നത്. ഇനി ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ ഒരു പണി ചെയ്യും. എന്തോന്നറിയോ? അടിയന്തരമായിട്ടൊരു റിപ്പോർട്ട് ചോദിക്കും. റിപ്പോർട്ട് മന്ത്രിയാണ് ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. റിപ്പോർട്ട് മന്ത്രിയാണ്. ഒരുപാട് റിപ്പോർട്ട്, എന്ത് കഴിഞ്ഞാലും ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എല്ലാം ശരിയാക്കും, എല്ലാം റെഡിയാക്കും, നമ്മൾ നമ്പർ 1 ആണ്. നമ്പർ 1 അണിഞ്ഞൊരുങ്ങി നടന്നാൽ പോരെ നമ്പർ 1 എന്നും പറഞ്ഞ്. നമ്പർ 1 ആയിരിക്കണം എന്തെങ്കിലും വിളിച്ചു പറയണമെങ്കിൽ. ഇതുപോലുള്ളവന്മാരെ ആ മെഡിക്കൽ കോളേജ് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടേഴ്സായിട്ട്? ഇയാൾ ഈ പാവം എല്ലാവരുടെയും കാല് പിടിച്ചപേക്ഷിച്ചു. അയാളുടെ ജീവന് വേണ്ടി യാചിക്കുന്നതാണ്. കാരണം എന്തെന്നറിയാം, അയാളുടെ ഭാര്യയ്ക്ക് ഈ 2 മക്കൾക്കും അയാളേ ഉള്ളൂ. അയാളുടെ വരുമാനം കൊണ്ട്, തുച്ഛമായ വരുമാനം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കിട്ടുന്നത് നമുക്കറിയാം. 1000 രൂപ തികച്ചവർക്ക് ബാലൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതാണ്. ഇനി ആ അത്താണി ഇല്ലാതായപ്പോൾ ആ സ്ത്രീ ഇപ്പം കരഞ്ഞ് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിധിയെ പഴിച്ചുകൊണ്ട്. അല്ലാതെ എന്ത് ചെയ്യാനൊക്കും? ഇനി ആ കുഞ്ഞുങ്ങളും ഇതൊക്കെ, ഇത് ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ബഹുമുഖ്യമന്ത്രി ഒന്ന് നോക്കണം. ഏതായാലും നിങ്ങളുടെയൊക്കെ പടം വെച്ച് എല്ലാം ആരാധിക്കണമെന്ന് പറഞ്ഞേക്കല്ലേ. നിങ്ങളുടെ പടം കണ്ടാലേ പറ്റൂ ആളുകൾക്ക് കേട്ടോ. ഇതൊക്കെ വോട്ടിന് വേണ്ടി കാണിക്കുന്ന ജിമ്മിക്ക് നിങ്ങളിതങ്ങ് നിർത്തണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിത് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, ആരോഗ്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ ഇത് കണ്ണ് തുറന്ന് കാണണം. എത്രയായി ഇതുപോലെ സംഭവിക്കുന്നത്? പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ആശുപത്രിയിൽ നിന്ന്? ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ചികിത്സ പാവങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? അയാളെ ഈ മനുഷ്യനെ ഒരു തുണി വിരിച്ച് നിലത്ത് കിടത്തിയിട്ട് അയാളെ അവിടെ ഇട്ട് കൊന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കൊലപാതകമാണ്. സിസ്റ്റം, നിങ്ങൾ പറയുമല്ലോ സിസ്റ്റത്തിൻ്റെ പിഴവ്. സിസ്റ്റത്തിൻ്റെ പിഴവൊന്നുമല്ല, സിസ്റ്റം നടത്തിയ കൊലപാതകമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. കണ്ണു തുറന്ന് കാണണം സിസ്റ്റം നടത്തിയ ഈ കൊലപാതകം. ഇത് നടത്തിയവന്മാരെ വെറുതെ വിടരുത്. ഇവന്മാരെക്കെതിരെ എല്ലാം നടപടിയെടുക്കണം. നിങ്ങൾ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ആരെടുത്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട് വേണ്ടേ? എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് കണ്ണു തുറന്ന് വായിച്ചു നോക്കിക്കോളൂ, വായിക്കാൻ അറിയാമെങ്കിൽ. നിങ്ങൾ പണ്ടൊരു മാധ്യമ പ്രവർത്തക ആയിരുന്നല്ലോ. ആ ഏഷ്യാനെറ്റ് തന്നെ ഇതിനകത്ത് നല്ല അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എടുത്ത് വെച്ച് കേട്ട് നോക്കണം കേട്ടോ. അത് എന്നിട്ട് വേണം തീരുമാനിക്കാൻ. ഇതുപോലെ എന്നിട്ട് ഇനി നിങ്ങളുടെ റിപ്പോർട്ട്, ആർക്ക് വേണം നിങ്ങളുടെ റിപ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മേശഴി കളയാനല്ലേ? റിപ്പോർട്ടല്ല, ഈ പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവരെ അവരൊക്കെ ഉള്ള സംരക്ഷണം കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. ദിസ് ഈസ് എ മർഡർ, ഇത് കൊലപാതകമാണ്. ഇത് യഥാർത്ഥ മരണമല്ല. കാരണം ഈ മനുഷ്യനെ അവിടെ കൊണ്ടിട്ടിട്ട് കൊന്നതാണ്, ആശുപത്രി കൊണ്ടിട്ടിട്ട്, അയാളെ നോക്കാതെ കാണാതെ. അതിന് സമാധാനം പറയണം നിങ്ങൾ സിസ്റ്റത്തെ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഈ സിസ്റ്റം നടത്തിയ ഈ മർഡർ ഉണ്ടല്ലോ, നിങ്ങളുടെ സിസ്റ്റം പറയാനൊന്നും ബാക്കി തോന്നുന്നില്ല. ഏതായാലും ഇത് നാട്ടുകാർ, ജനങ്ങളുണ്ടല്ലോ, ഇത് കണ്ണു തുറന്ന് കാണണം. ഈ കണ്ണടച്ച് നടക്കുന്നവരുണ്ടല്ലോ, ഞാൻ CPM ആണ്, CPI ആണ്, മറ്റേ INTU അല്ലെ AITUC ആണ്, അല്ലെങ്കിൽ DYFI ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരുണ്ടല്ലോ, ഇത് കണ്ണു തുറന്നത് കാണണം. പാവങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടുന്ന എന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇത് നമ്മുടെ എല്ലാം കണ്ണ് തുറപ്പിക്കണം. പാവങ്ങൾക്ക് ഒന്നുമില്ല, കോരന് കഞ്ഞി ഇന്നും കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ മരണം, അവരെ പട്ടിണിയാണ് അവരിനി, അവരൊന്നുമില്ല. അവർ പക്ഷേ ദാരിദ്ര്യം നിർമ്മാർജ്ജനം നടത്തിയൊക്കെയല്ല, ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി അവർക്ക് ദാരിദ്ര്യം കാണത്തില്ല. അവർ പട്ടിണി കിടന്ന് മരിച്ചാലും അതും കണ്ടുകൊണ്ടിരിക്കും. ദാരിദ്ര്യം എല്ലാം പോയി ഇവിടുത്തെ.